വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ജിത്തു ആൻഡ് മീനു. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം കൊണ്ട് കണ്ടിന്യൂസ്ലി 2-3 ദിവസം കൊണ്ട് ഒരേ ടോപ്പിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒലിവിയ ഡിസൈൻസ്. ഇപ്പോൾ യൂട്യൂബ് തുറന്നാലേ ഒലിവിയ ഡിസൈൻസ്, ഇൻസ്റ്റാഗ്രാം തുറന്നാലേ ഒലിവിയ ഡിസൈൻസ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലോട്ട് കയറുമ്പോഴത്തേനും എനിക്കിപ്പം ഓൾറെഡി ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്, പോസിറ്റീവ്സ് വന്നിട്ടുണ്ട്. കുറേ പേർക്ക് ഞാൻ ഉത്തരം നേരിട്ട് കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോയിൽ കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കും. അതിൻ്റെ താഴെ ഇങ്ങനെ ഡും 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 എന്ന് വീണ്ടും ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട രീതിയിലൊരു ഇത് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയായിരുന്നു അല്ലെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചിലരും കണ്ടിട്ടില്ല, അത് ലാഗാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത്. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത്. ഇതും ലാഗാവാതെ ഞാൻ നോക്കാം. അപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ ഫോണാണ്, എൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോസ് എടുക്കണത്. അപ്പം ഞാൻ ബ്രദറിൻ്റെ ഫോണിൽ നോക്കിയിട്ട് ഞാനൊരു കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പം കറൻ്റ് ഇന്നലത്തെ ആ ഒരു ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് മാം നല്ല രീതിയിൽ ഉടായ്പ പറയുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല, എന്തോ ഒപ്പിച്ച് പറയുന്ന മാതിരി ഒരു സംഭവം എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. നേരെ ജനുവലിലൊക്കെ പറഞ്ഞാൽ മതി, ഇനി ഇന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതാണെന്നുള്ള കാര്യത്തിലൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ആരാ ചോദിച്ചതെന്നൊന്നും ഞാൻ പറയാനില്ല, അപ്പം ഞാൻ കൊടുത്തേക്കാം. അപ്പം ആദ്യത്തെ എനിക്ക് കമൻറ്റ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ താൻ പറഞ്ഞു. ഓൾറെഡി അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് കേട്ടോ ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാ അവരെ പൊക്കി പറയണത് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരെ പൊക്കി പറയുക അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും അല്ല പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നിരുന്നപ്പം എനിക്ക് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവിടെ അവരെന്നോട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് ഒന്നുമല്ല. രണ്ടാമത്തെ കമൻറ്റ് വന്നേക്കുന്നത് ഇതാണ്: നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവരും ഉത്സാഹിക്കൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു അവസാനം കണ്ടെത്താലോ. ആണ്, സത്യമേതാണ് കള്ളമേതാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം പെൺകുട്ടികൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എന്നെ സംബന്ധിച്ചൊന്നും എനിക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഞാൻ ഡെയിലി പോയി വരുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് അറിയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഇപ്പം അവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകൾ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ള സ്റ്റാഫുകളൊന്നും ഇപ്പം അവിടെ ഇല്ല. നിലവിൽ ഇവിടെ ആരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരുടേതായ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ രീതിയിൽ മെസ്സേജും കാര്യങ്ങളും വരുമ്പോഴത്തേന് അവർക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. അതിനുള്ള ക്ലാരിറ്റി എന്തായാലും നിലവിൽ സത്യം എന്ന് പുറത്ത് വരും, അതെന്നായാലും വരും. അടുത്തത് വായിക്കാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മീനുവിനിപ്പം ജോലി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ജോലി നോക്കുന്നുണ്ടോ? ഐ ഫീൽ യു ആർ ജെനുവൻലി ടോക്ക് അബൌട്ട് ഒലീവിയ. ഞാൻ ഇപ്പം കറൻ്റ് വർക്കൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞാൻ ചെയ്തിരുന്നത് ഒലീവിയയിലാണ്. അത് കഴിഞ്ഞിട്ട് വർക്കൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നെ ഞാനിത് ജെനുവൻലി ആണ് പറയുന്നത്. എനിക്കുണ്ടായ അനുഭവവും കാര്യങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് അവരെ പൊക്കി പറയുമോ അല്ലെങ്കിൽ അവരെ ഇതാക്കി പറയുമോ ഒന്നുമല്ല. എനിക്കവിടെ എന്താ ഉണ്ടായിരുന്നതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരുടെയും കാര്യം വേറെ ആരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചോ അല്ലെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് പോസിറ്റീവാക്കി ഒന്നുമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു വർഷം എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു കമന്റ് എന്ന് വെച്ചാൽ, പിന്നെ ഇവരുടെ ഡ്രസ്സൊന്നും അത്രയും നേരം നിൽക്കില്ല. വീഡിയോ വന്ന് 1 അവറിനുള്ളിൽ ഫുൾ സോൾഡ് ഔട്ട് ആവും. പിന്നെ ഉള്ള മെസ്സേജിനൊക്കെ സോൾഡ് ഔട്ട് എന്ന മെസ്സേജ് ഇട്ടാൽ പോരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഡ്രസ്സിൻ്റെ ക്വാണ്ടിറ്റി ഒരു 11 മണിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പ് കസ്റ്റമേഴ്സിനൊക്കെ കൂടുതൽ പോവും, റെഗുലർ കസ്റ്റമേഴ്സിന് അങ്ങനെ കിട്ടാറില്ല. ക്വാണ്ടിറ്റി ഒക്കെ അവർ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ചിലവരൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ കയ്യെ വെച്ചേക്കും.
അവരുടെ കൈ വെച്ചേക്കും. ആരെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ കൊടുക്കാലോ എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റാഫുകളും എടുത്ത് വെക്കും. അവസാനം ഇത് ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേനും ആരും ചോദിക്കത്തില്ല എന്ന് പറയുമ്പോൾ കുറച്ചെടുത്ത് അവിടെ കൊണ്ടിടും. അപ്പോഴാണ് ഈ ആരും സോൾഡ് ഔട്ട് എന്ന് അതുകൊണ്ടാണ് പറയാത്തത്. കാരണം ഓരോ എക്സിക്യൂട്ടീവിൻ്റെയും കയ്യിൽ കൺഫേം പേയ്മെൻറ്റ് ആവാത്തതുണ്ട്, ആയതുണ്ട്, അങ്ങനെ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആരും സോൾഡ് ഔട്ട് എന്ന് പറയുന്നത്. ചില ഡ്രസ്സുകൾ വരുന്നതിന് ഉടനെ തന്നെ ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറയും മാം ഡ്രസ്സ് ഇല്ല, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, ഇനി വരുവാണെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞ് ഞാനിതാക്കും. പക്ഷെ എല്ലാ എക്സിക്യൂട്ടീവുകളും അങ്ങനെ ചെയ്യണം എന്നില്ല. അതും ക്ലാരിറ്റി ആണെന്ന് വിചാരിക്കണം. അടുത്തൊരു കമന്റ് വന്നേക്കുന്നത്, ഒരു കാര്യം മാത്രം പറയാം, തലയ്ക്ക് ആൾതാമസമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഒലിവിയയുടെ ഓണേഴ്സ് ഉടായിപ്പാണ്. പിന്നെ അവരുടെ ഇടയിൽ കിടന്ന് ജീവിക്കുന്നവർക്ക് അങ്ങനെ തോന്നില്ല. അവരുടായിപ്പാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലുതായിട്ട് മാമിൻ്റെ അടുത്തോ സാറിൻ്റെ അടുത്തോ അങ്ങോട്ട് കയറി അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ ഫുഡ് കഴിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പോവാറില്ല. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു, ജോലി കഴിയുന്നു, വീട്ടിൽ വരുന്നു, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഇപ്പം ഈ കമന്റുകൾ ഇട്ട പകുതി ആൾക്കാരും മാമിൻ്റെ തോളെ കൈയിട്ട് നടന്നവർ തന്നെയായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് എവിടുന്നോ വരുന്ന ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇവരെല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേനും ഇവർ തമ്മിൽ അടിയാവും. ഇതാണ് മെയിൻലി അവിടെ നടക്കുന്ന പ്രധാന ഒരു പ്രശ്നം. പുറത്തുനിന്ന് എവിടുന്നോ വരുന്നവർ സംസാരിച്ച് സോഫ്റ്റായി അവരുമായിട്ട് അടുപ്പമായി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ പിന്നെ ശത്രുക്കളായിരിക്കും. അവിടെ അടിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പുറത്ത് പോയി നെഗറ്റീവ് പറയും. ഇത്രയും നാളും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നെഗറ്റീവ്. ഇപ്പം ഈ കമന്റ് ഇടുന്ന പകുതി ആൾക്കാരും മാമിന്റെ തോളെ കൈ അന്നിട്ട് നടന്നവർ തന്നെയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമല്ലായിരിക്കും. അല്ലാണ്ട് ഇപ്പം മാം പുറത്ത് പോവുക വരുന്നു എന്നൊക്കെ ചോദിച്ചത്, ഇല്ല മാം ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കി അവിടെ നിൽക്കാം. അല്ലാണ്ട് ഇപ്പം പറഞ്ഞല്ലോ ഫൈൻ അങ്ങനെ ഇടാം, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാലല്ലേ നമുക്ക് ഫൈൻ ഇടുക. അല്ലാണ്ട് നമ്മൾ ഫൈൻ ഇടുക, നമ്മൾ ചോദിക്കുക നമുക്ക് എന്തുകൊണ്ട് സാലറി കിട്ടിയില്ല, ഇറങ്ങുക അവിടുന്ന്. അല്ലാണ്ട് അവിടെ നിർബന്ധിച്ച് അവിടെ നിന്ന് അയ്യോ എനിക്ക് ഇവിടെ ഇതേ പറ്റൂ, ഈ ജോലി തന്നെ കിട്ടിയാൽ പറ്റൂ എന്നുള്ള നിർബന്ധത്തിലൊന്നുമില്ലല്ലോ. പറ്റില്ല, സാലറി കിട്ടുന്നില്ല, ഇറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കമന്റ് വന്നിരിക്കുന്നത്, കമ്മീഷനും സാലറിയും രണ്ടാണ്. കമ്മീഷനും സാലറി രണ്ടാണ്. അവർ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ഓരോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇവർ പറയും 50,000 രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വരുമ്പോൾ സംസാരിക്കാം എന്ന രീതിയിലാണ് ഇടുന്നത്. ഇവർ 24,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് കയറുന്ന ഒരു സമയത്ത് അവർ പറയും ഇത് കമ്മീഷൻ ആണ്. അപ്പം നമ്മളിത് അറിയുന്നുണ്ടല്ലോ, നമുക്ക് പറ്റില്ല, വേണ്ട, കമ്മീഷൻ ആണെങ്കിൽ നമുക്ക് പോകണ്ട, നമുക്ക് 25,000 രൂപ ഫിക്സഡ് ഒരു സാലറി ഉണ്ടെങ്കിൽ നമുക്ക് പോയാൽ മതി, അത്രേ ഉള്ളൂ. അടുത്തൊരു കമന്റ്, എൻ്റെ മോളെ ക്യാഷ് വേറെ ഒന്നും കിട്ടില്ല, നല്ല കഷ്ടപ്പെടണം, ടാർജറ്റുള്ള ഷോപ്പിൽ ഒന്ന് വർക്ക് ചെയ്യണം, അപ്പം ഒന്നുമല്ല. സത്യമാണ്, ടാർജറ്റുള്ള ഇതും ഒരു ടാർജറ്റ് പോലെ ഒരു കമ്മീഷൻ പരിപാടി തന്നെയാണ്. നമുക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടാർജറ്റ് ഉള്ള പരിപാടി ഇല്ലായിരുന്നു തോന്നുന്നു. അതിന് മുമ്പും ഇപ്പോഴൊക്കെ ടാർജറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ടാർജറ്റ് ഉണ്ടായിരുന്നില്ല. ടാർജറ്റ് ഉള്ളത് നല്ല പരിപാടിയാണ്. കാരണം 3 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാം ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു 10,000-ന് താഴെ സാലറി മേടിച്ചാൽ. ഞാൻ 10,000-ന് താഴെ സാലറി മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അവർക്കൊരു ന്യായം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും പോയിട്ടില്ല, അതൊരു ഓക്കെയാണ്. അതിലും എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്യുന്ന എത്രയോ പേര് താഴെ സാലറി മേടിച്ചിട്ടുണ്ട്. അതിനും ഒരു ക്ലാരിറ്റി ആയി. അടുത്തൊരു കമന്റ് ആണ്, കൊച്ചെ അവരിത്രയും നല്ല ടീംസ് ആണെങ്കിൽ ആ കമന്റ് ബോക്സ് അങ്ങ് ഓൺ ആക്കി ഇട്ടാൻ പറയൂ. കള്ളം കാണിച്ച ആൾക്കാരെ വിളിച്ചു വരുത്തി അതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞതിൽ എന്ത് നേരം. ഇവർ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടുന്ന കാര്യമാണ്. ഇവർ ചില വീഡിയോസിൽ കമന്റ് ബോക്സ് ഓൺ ആക്കി ഇടുന്ന കാണും. കാരണം പൊങ്കാല വരുന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും ഓൾറെഡി കമന്റ് ബോക്സ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ അത്രത്തോളം ഇപ്പം സൈബർ ആക്രമണം അവരുടെ നേരിലുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ഒലിവിയ ഡിസൈൻസ് എന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര അറിയാം, അത്രയും നെഗറ്റീവാണ്. ഇപ്പം പോയി അവരുടെ പഴയ വീഡിയോസിലുള്ള കമന്റ് ബോക്സിൽ പോയിട്ട് എല്ലാം കമന്റ് ഇടുക. ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ
അവർക്ക് താല്പര്യമില്ലായിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഓൺ ആക്കിയിട്ടേക്കുന്നത് കാരണം ഞാൻ ജെനുവനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരെന്ത് ചോദിച്ചാലും എനിക്ക് മറുപടി പറയാൻ, അല്ലെ എൻ്റെ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് മറുപടി പറയാൻ അറിയാം. ചിലപ്പോൾ അവർക്ക് മറുപടി പറയാനില്ലായിരിക്കും, ചിലപ്പോൾ അവരെന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ അതൊന്നും മറുപടി കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടാകാം അവർ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ആക്കിയിട്ടേക്കണം, നമുക്കറിയത്തില്ല. അടുത്തൊരു കമൻറ്റ് വന്നേക്കുന്നത്, നീയൊക്കെ ഏതാ, ഇത്രയും നാൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു കപ്പിൾ വ്ലോഗ് ചാനലാണ് ഫസ്റ്റ്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓൾറെഡി ഞാൻ ഒലിവിയയുടെ ഒരു വീഡിയോ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പിൾ ചാനലിനകത്ത് കൊണ്ടുപോയി ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു കാര്യം സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യം ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഒലിവിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യം ഓൾറെഡി എൻ്റെ ചാനലിൽ പോയി വീഡിയോസിൽ ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാന്ന് പറഞ്ഞുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലൊരു കോമഡി കമന്റ് കേട്ടോ. ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഈ ടോപ്പ് ഇടുന്നത്. ഈ ടോപ്പല്ല, ഇന്നലെ ഇട്ടിരുന്നൊരു ടോപ്പുണ്ട്. ഈ ടോപ്പ് ഇതെല്ലാം ഞാൻ കോട്ടയം സിംലയിൽ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനതിന് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു ചേച്ചിക്ക് ഒരു ഡൗട്ടുണ്ട്, അവിടെ എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ ഓർഡർ പിടിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ പിടിക്കുമെന്നുള്ള, നമുക്ക് വാട്സപ്പിൽ അവരുടെ നമ്പർ ലോഗിൻ ചെയ്ത് തരും. അതിനകത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുത്ത് അവർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങി അവർക്ക് പ്രോഡക്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുക. നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കൊണ്ടുപോയി അയക്കുകയൊന്നും വേണ്ട, നമ്മൾ ആ സാധനങ്ങളെല്ലാം എഴുതി അവിടെ കൊണ്ടിട്ടിരുന്നാൽ മതി, അത് അവർ ഡെലിവർ ചെയ്തോളും. ഈവൻ മറ്റേ വീഡിയോ ലാഗാണെന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങ് നീണ്ടു പോകുന്നതാണ്, അല്ലാണ്ട് ഒന്നുമല്ല. അടുത്തൊരു കമൻറ്റ്, ഇതെല്ലാ ജോലി സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കും, കുറച്ച് പേര് സോഫ്റ്റ് കോർണർ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അവർ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഹെഡാണ്. നമ്മൾ ഈ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതാലോചിക്കും. 25,000 വാങ്ങുന്ന വർക്കേഴ്സിന് എന്തിന് ഫ്രീ ഫുഡ് കൊടുക്കണം? അവർ ചെയ്യുന്നത് ബിസിനസ്സാണ്, ചാരിറ്റി അല്ല. നിങ്ങളത് ഒന്ന് മനസ്സിലാക്കും. ഇത് ഒരു ചേച്ചിയുടെ കമൻ്റാണ്. അപ്പം എനിക്ക് ഈ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഹോസ്റ്റലിൽ ഫ്രീ ഫുഡൊന്നും അല്ല, എന്നുവെച്ചാൽ സ്റ്റാഫുകൾ തന്നെ സാധനങ്ങൾ മേടിച്ച് ഉണ്ടാക്കി കഴിക്കേണ്ടതായിരുന്നു അന്ന്. ഇന്നവർ വീട്ടിലായതുകൊണ്ട് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫ്രീ ഫുഡാണോ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സാലറിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. അടുത്തൊരു കമൻറ്റ്, എനിക്ക് തോന്നുന്നു ഒലിവിയെ തകർക്കാൻ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഒലിവിയെ തകർക്കാൻ ആരൊക്കെ കളിച്ചാലും അത് ജെന്യുവനായിട്ടുള്ള ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ബിസിനസ്സാണ്, ഒറ്റ അടിക്ക് വളർന്നു വന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് നേരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരിക എന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ ഒരു ഓണറിൻ്റെ ഇതിൽ ബാധിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് അന്ന് ഇത്രയും കുറച്ചും കൂടി വില കൂടുതലായിരുന്നു. ഇന്ന് അത് എത്രയും കുറയ്ക്കാമോ അത്രയും രീതിയിൽ കുറച്ച് നല്ലൊരു ഡ്രസ്സ് നമുക്ക് തരുമ്പം ഒറ്റയടിക്ക് അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയും കൂടി ആലോചിച്ച് നോക്കണം. കാരണം ഞാനവിടെ വർക്ക് ചെയ്തപ്പം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി ഡ്രസ്സ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടമൊന്നും അവർ ഇടാനൊന്നുമില്ല, ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വരെ മേടിച്ച് വയ്ക്കുന്ന അവരുടെ പഴയ വീഡിയോസിലൊക്കെ നോക്കി കാണാം. ഈ ഒരു കട്ടിൽ നിറച്ച ഡ്രസ്സുകൾ മേടിച്ച് വെച്ചിരുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ഡ്രസ്സിന് അഡിക്റ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ ഓൺലൈൻ സ്ഥാപനം, ഓൺലൈൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി മാറ്റി വെബ്സൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഡ്രസ്സ് കിട്ടും. പക്ഷെ ഇവർ മൊത്തത്തിൽ ഒന്നുമേ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമാകും. കാരണം അവരുടെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും അതിലൊരാളാണ്. ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് അവർ കേസ് കാര്യങ്ങളൊക്കെ പോവുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഇന്നലെ വീഡിയോ ഇട്ടേക്കുന്നതിനകത്ത് വീണ്ടും കുറച്ച് പേരെ വെച്ച് ഇതാക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വഴിയെ നോക്കാം. അടുത്തൊരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടപ്പെടാതെ നിൽക്കുന്നവർക്കൊക്കെ വെറുതെ 25,000 തരണമെന്നാണോ? ഇങ്ങനെ ഒരു ബിസിനസ് ആകുമ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് പൊട്ടിച്ച് ചരിത്രമല്ലേ ഉള്ളൂ.
നിങ്ങൾക്കൊക്കെ ഇപ്പം സന്തോഷമായില്ലേ? എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ അതിനകത്തൊന്നുമേ ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളൂ, ആ വർക്ക് ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുള്ള കുറേ സ്റ്റാഫുകൾ വന്ന്, ജെനുവിനായിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ വന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എല്ലാവരും നെഗറ്റീവ് മാത്രം പറയുന്നത്, കുറച്ച് പോസിറ്റീവ് ആൾക്കാർ വന്ന് പോസിറ്റീവ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അതവിടെ കഴിയും. ഞാൻ പറയട്ടെ, ഇപ്പം ഒരു ഇത് വന്നിരുന്നു, സത്യഭാമയുടെ ഒരു ഇഷ്യൂ വന്നിരുന്നു. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരാഴ്ച. അത് കഴിഞ്ഞപ്പോൾ അതവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഉള്ളൂ. ഈ ഒരു ഇഷ്യൂ വന്നു, ഇതൊരാഴ്ച കഴിയുമ്പോഴത്തേനും ഇത് കഴിയും. വീണ്ടും അവർ പഴയതുപോലെ ഡ്രസ്സുകളും കാര്യങ്ങളും ഇട്ട് തുടങ്ങും. ഇത് നമ്മളിപ്പോൾ ഒരു ചർച്ചയാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടപ്പെട്ട 25,000 രൂപ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട 25,000 അല്ല, അതിന് മുകളിലും കിട്ടും. കഷ്ടപ്പെടണം. ഞാൻ പറയാം, അവിടെ കുറേ സ്റ്റാഫുകൾ മാം ഇങ്ങനെ കിളിച്ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. കിളിച്ചേച്ചിയൊക്കെ ആണെങ്കിൽ ചേച്ചിക്ക് തോന്നുമ്പോഴായിരിക്കും വന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം ചേച്ചിക്ക് പണിയെടുക്കും, ചേച്ചിക്ക് സാലറി വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചേച്ചി വന്ന് പണിയെടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്നെ പോലെ വർക്കിന് മാത്രം വരുന്നവരാണെങ്കിൽ വർക്ക് മാത്രം ചെയ്യുക, എൻ്റർടൈൻമെൻറ്റിന് വരുന്നവർ അങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഫിക്സഡ് സാലറി 25,000 രൂപ ഒരു ഫിക്സഡ് സാലറി 25,000 രൂപ കൊടുക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ 10, 30, 35 സ്റ്റാഫുകൾക്കും ഓരോരുത്തർക്കും 25,000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പണിയെടുക്കേണ്ട കാര്യം എന്താ അവിടെ? അവർ അതിനാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. അവർ പണിയെടുക്കുന്നു, അവർക്ക് അനുസരിച്ച് സാലറി മേടിക്കുന്നു, അവർ പോകുന്നു. സാലറി കിട്ടുന്നില്ല അല്ലെ, ഒരു മാസം വർക്ക് ചെയ്തിട്ട് അവർ സാലറി കിട്ടുന്നില്ല അല്ലെ, ഇന്ന കാര്യത്തിൽ നമ്മളോട് ചോദിക്കാതെ കുറച്ചു ഇറങ്ങിക്കോ, ഒരു മാസം നമുക്ക് നഷ്ടം വന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വർഷം അവിടെ നിന്നിട്ട് സാലറി എല്ലാം മേടിച്ച് അവരെയും കുറ്റം പറഞ്ഞ് ഇറങ്ങി പോകുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കഷ്ടപ്പെടാതെ സാലറി കിട്ടുമോ? അവർ ചോറ് വാങ്ങി കഴിച്ചിട്ട് കുറ്റം പറയാതെ വേണമെങ്കിൽ കളഞ്ഞിട്ട് പോകണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഞാൻ അവരുടെ ചോറും കാര്യങ്ങളും മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർ കൃത്യമായിട്ട് സാലറി തന്നു. അവർ എന്നോട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അല്ലാതെ അവരെ നെഗറ്റീവായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അടുത്തൊരു കമന്റ്, പണിയെടുത്താൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല, അത്രേ ഉള്ളൂ. പണിയെടുത്താൽ സാലറി കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അയ്യോ, ഒരു കമന്റ്, ഒന്നും ഓർമ്മയില്ലാതെയാണോ കൊച്ചെ വീഡിയോ ചെയ്യുന്നത്? എല്ലാം നേഴ്സുമാർക്ക് പോലും 25,000 ഇല്ല ഇപ്പം സാലറി. ശരിയാണ്, നേഴ്സുമാർക്കൊന്നും 25,000 സാലറി ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ നേഴ്സല്ല. പിന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇത്ര വർഷം മുമ്പുള്ള കാര്യമാണ്. അതിന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഓർത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 25,000 സാലറി കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് വീണ്ടും എനിക്ക് പറയാം, പണിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. നല്ല ജെന്യുനാ പണിയെടുത്താൽ എന്തായാലും സാലറി കിട്ടും. ഇടയ്ക്ക് വീഡിയോ ഒന്ന് കട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് വന്ന കമൻസ് ഇത്രേ ഉള്ളൂ. ആ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് വീണ്ടും ഉത്തരം കൊടുക്കാം, കാരണം ഇങ്ങനെ വീണ്ടും തുരുതുരാ മെസ്സേജസ് വന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇനി ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ചോദിക്കാം. ഇനി ഞാൻ ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യണം, കാരണം എൻ്റെ ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എല്ലാവർക്കും ഡൗട്ട് കാര്യങ്ങൾ വീണ്ടും ഒരു ഇഷ്യൂ വലുതായിട്ട് ക്രിയേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.